ഐഎൽസ് പരീക്ഷയിലെ ആ ഒരു മാന്ത്രിക സംഖ്യ 6.5 അത് നേടാൻ നിങ്ങൾ ശ്രമിക്കുകയാണോ? ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു താക്കോലാണത്. അപ്പോൾ ആ താക്കോൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് കൃത്യമായി പറഞ്ഞു തരാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര കഷ്ടപ്പെട്ടാലാണ് ഈ സ്കോറിലേക്ക് എത്താൻ പറ്റുക? അതുകൊണ്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ 6.5 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു വ്യക്തമായ വഴി നമുക്ക് ഒരുമിച്ച് വരച്ചെടുക്കാം. അപ്പോ ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് ഈ 6.5 ബാൻഡ് എന്ന് പറയുന്നത്? അതൊരു നമ്പർ മാത്രമല്ല, നിങ്ങളുടെ ഭാവിയുടെ താക്കോലാണ്. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു നമ്പർ 6.5 ഇതാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു കൊടുക്കുന്നത്. നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാൻ, വിദേശത്ത് നല്ലൊരു ജോലി നേടാൻ, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം തന്നെ തുടങ്ങാൻ, ഈ അവസരങ്ങളിലേക്കൊക്കെയുള്ള വാതിൽ തുറന്നു തരുന്നൊരു മാന്ത്രിക താക്കോലാണ് ഈ സ്കോർ. ഐഎൽസിന്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ അനുസരിച്ച് 6.5 കിട്ടുന്ന ഒരാൾ ഒരു കോമ്പറ്റന്റ് പ്ലസ് യൂസറാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് രാജ്യത്ത് പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ചിലപ്പോൾ ചെറിയ തെറ്റുകളൊക്കെ വന്നേക്കാം, എന്നാലും കാര്യങ്ങൾ വ്യക്തമായി പറയാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയും. ഈ ഒരു സ്കോർ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് ഒരു വലിയ ലോകമാണ്. UK, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലെ ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ തേടിവരും. ശരി, അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ആ വഴിയിൽ നമ്മൾ നേരിടേണ്ട 4 പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പരീക്ഷയുടെ 4 സെക്ഷനുകളെയും നമുക്കൊന്ന് അടുത്തറിയാം. ആദ്യം തന്നെ ലിസണിംഗ്. ഏകദേശം ഒരു 30 മിനിറ്റ് നീളുന്ന ഈ ടെസ്റ്റിൽ നിങ്ങൾ പലതരം സംഭാഷണങ്ങൾ കേൾക്കും. എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇവിടെ നിങ്ങളുടെ മുഴുവൻ കോൺസെൻട്രേഷനും വേണം. അടുത്തത് റീഡിംഗ് ആണ്. 1 മണിക്കൂർ 3 വലിയ പാരഗ്രാഫുകൾ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പീഡ് ടെസ്റ്റ് കൂടിയാണ്. എത്ര പെട്ടെന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇനി റൈറ്റിംഗ്. ഇവിടെയും 1 മണിക്കൂറാണ്, പക്ഷേ ടാസ്ക് 2 എണ്ണമുണ്ട്. ഒന്നാമത്തേതിൽ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ചിത്രം വിവരിക്കണം. രണ്ടാമത്തേതിൽ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതണം. രണ്ടിനും 2 തരം കഴിവുകളാണ് വേണ്ടത്. ഈ ടാസ്ക് 1 ഉണ്ടല്ലോ, അത് പല രൂപത്തിൽ വരാം. ചിലപ്പോൾ ഒരു ബാർ ചാർട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രോസസ്സ് വിവരിക്കാനാവും. അതുകൊണ്ട് എന്തു വന്നാലും നേരിടാൻ തയ്യാറായിരിക്കണം. അവസാനത്തേത്, പക്ഷെ ഒട്ടും ചെറുതല്ലാത്തത്, സ്പീക്കിംഗ്. ഇതൊരു റെക്കോർഡിംഗ് ഒന്നുമല്ല. നേരെ എക്സാമിനറുടെ മുന്നിലിരുന്ന് ഒരു 15 മിനിറ്റോളം സംസാരിക്കണം. നിങ്ങൾ എത്രത്തോളം സ്വാഭാവികമായി സംസാരിക്കുന്നു എന്നാണ് അവർ നോക്കുന്നത്. ഓക്കേ, അപ്പോ പരീക്ഷയുടെ രൂപം നമുക്ക് മനസ്സിലായി. പക്ഷേ വഴി മാത്രം അറിഞ്ഞാൽ പോരല്ലോ, വഴിയിലെ കുഴികളും അറിയണം, അല്ലേ? ഒരുപാട് പേരുടെ സ്കോർ കുറയ്ക്കുന്ന ചില സാധാരണ തെറ്റുകളുണ്ട്. ആ കെണിയിൽ വീഴാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്നറിയോ? സ്പീക്കിംഗ് ടെസ്റ്റിനു വേണ്ടി ഉത്തരങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സ്വാഭാവികത ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ്, അല്ലാതെ കാണാതെ പഠിച്ച മറുപടികളല്ല. ഇതുപോലെ തന്നെ വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട്. പേടിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്, അതുമല്ലെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇത് കണ്ടോ, റെഡിറ്റിൽ ഒരാൾ ഷെയർ ചെയ്തതാണ്. ബേസിക് ഇംഗ്ലീഷ് അത്ര പോരാഞ്ഞിട്ടും 4-5 മാസം കൊണ്ട് 6.5 നേടിയെന്ന്. അപ്പോ ശരിയായി പരിശ്രമിച്ചാൽ ആർക്കും ഇത് സാധ്യമാണ്. അപ്പൊ പ്രധാന ചോദ്യം ഇതാണ്: എങ്ങനെ ഈ വിജയത്തിലേക്കെത്താം? അതിനൊരു വ്യക്തമായ പ്ലാൻ വേണം, അല്ലേ? ഭാഗ്യത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഇത്. നമുക്ക് ആ വിജയത്തിലേക്കുള്ള ഒരു റോഡ് മാപ്പ് ഒന്ന് നോക്കാം. ഈ യാത്രയെ നമുക്ക് സിമ്പിളായി 3 തിരിക്കാം. ഒന്നാമത്തെ ഫേസ് ഫൗണ്ടേഷൻ ഇടലാണ്. ബേസിക് ഗ്രാമറും കാര്യങ്ങളും ഒക്കെ ഉറപ്പിക്കാം. രണ്ടാമത്തെ ഫേസിൽ നമ്മൾ ആ ഫൗണ്ടേഷന് മുകളിൽ കഴിവുകൾ പടുത്തുയർത്തും. അവസാന ഫേസിൽ പരീക്ഷയെ നേരിടാനുള്ള അഡ്വാൻസ്ഡ് തന്ത്രങ്ങൾ പഠിക്കും. ഈ ഒരു ഓർഡറിൽ പോയാൽ വിജയം ഉറപ്പാണ്. ഇനി കുറച്ച് കണക്കുകൾ നോക്കാം. നിങ്ങളുടെ ലക്ഷ്യം കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ ഇത് സഹായിക്കും. ലിസ്ണിംഗിലും റീഡിംഗിലും 40 ചോദ്യങ്ങളുണ്ടല്ലോ, അതിൽ ഏകദേശം ഒരു 27 മുതൽ 29 വരെ ശരിയാക്കാൻ പറ്റിയാൽ നിങ്ങൾ ആ 6.5ന്റെ അടുത്തെത്തി എന്ന് പറയാം. ഇതൊരു നല്ല ടാർഗറ്റാണ്. ഇതുവരെ നമ്മൾ പരീക്ഷയെപ്പറ്റി സംസാരിച്ചു. പക്ഷേ ഇനി പറയാൻ പോകുന്നതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് മെച്ചപ്പെടുന്നത് പുസ്തകം വായിച്ചതുകൊണ്ട് മാത്രമല്ല,
അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുമ്പോഴാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഫോണിന്റെ ഭാഷ ഇംഗ്ലീഷാക്കുക, ഇഷ്ടമുള്ള സിനിമകൾ ഇംഗ്ലീഷ് സബ്ടൈറ്റിലിട്ട് കാണുക, യാത്ര ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേൾക്കുക, പഠനം ഒരു ഭാരമാക്കാതെ രസകരമാക്കുക. അവസാനമായി ഒരു കാര്യം ഓർക്കുക. ഈ IELTS പരീക്ഷ ഒരു അവസാന ലക്ഷ്യമല്ല, അതൊരു തുടക്കം മാത്രമാണ്. ഇംഗ്ലീഷ് ഭാഷ നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമല്ലാതായി പുതിയ അവസരങ്ങളിലേക്കുള്ളൊരു പാലമായി മാറുമ്പോൾ, അപ്പോ നിങ്ങളുടെ മുന്നിൽ ആ പാലം തുറന്നു കിട്ടുമ്പോൾ നിങ്ങളതെങ്ങനെ ഉപയോഗിക്കും? എന്തായിരിക്കും നിങ്ങൾ പണിയാൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ.